ശ്രീ എം കെ ഹരിദാസ് എന്നിവരാണ്. ശ്രീ എം കെ ഹരിദാസ്, അതീവ ദരിദ്രരായ ആൾക്കാർ, ദാരിദ്ര്യമുള്ളവരല്ല, ദരിദ്രർ എന്ന വിഭാഗത്തിലുള്ളതല്ല, അതിനും താഴെ അതീവ ദാരിദ്ര്യം നേരിടുന്ന ആൾക്കാർ, അതെന്ന് പറയുമ്പോൾ സാമ്പത്തികമായി മാത്രമല്ല, അവിടെ അദ്ദേഹം പറയുകയുണ്ടായി ഭക്ഷണത്തിൻ്റെ കാര്യത്തിലുണ്ട്, പാർപ്പിടത്തിൻ്റെ കാര്യത്തിലുണ്ട്, ആരോഗ്യത്തിൻ്റെ കാര്യത്തിലുണ്ട്. ഇനി അങ്ങനെ ഒരു വിഭാഗം കേരളത്തിൽ ഉണ്ടാവുകയില്ല എന്നാണ്. ഇത് തട്ടിപ്പാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? നോക്കൂ, വെണ്ടക്കായുടെ ചിത്രം വരച്ചിട്ട് സാമ്പാർ വയ്ക്കാൻ പറ്റില്ല. ഇവരിപ്പോ ഈ 21 മന്ത്രിമാരും മോഹൻലാലും മമ്മൂട്ടിയൊക്കെ കൂടിയിട്ട് നാളെ തിരുവനന്തപുരത്ത് ഒരു മഹാസമ്മേളനത്തിലെ അതിദരിദ്രരില്ലാത്ത കേരളം എന്നൊരു പ്രഖ്യാപനം നടത്തിയത് കൊണ്ടൊന്നും തീരുന്ന ദാരിദ്ര്യമല്ല മഞ്ജുഷ കേരളത്തിലുള്ളത്. കേരളത്തിന്റെ സ്ഥിതിവിശേഷത്തിൽ എന്ത് മാനദണ്ഡം കണക്കാക്കിയാണ് ഈ സർക്കാർ ഇത്തരത്തിലുള്ളൊരു കടും കൈ അല്ലെങ്കിൽ കടും വെട്ട് എന്ന് തന്നെ പറയാം, എന്തുകൊണ്ടാണ് ഇവർ ഇത്രയും ബോധമില്ലാതെ, ഇത്രയും ദീർഘവീക്ഷണമില്ലാതെ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നത്? 5.29 ലക്ഷം അന്ത്യോദയ അന്നയോജന പദ്ധതി പ്രകാരമുള്ള മഞ്ഞക്കാർഡിന്റെ ഉടമകൾ കേരളത്തിലുള്ളപ്പോ ഇവര് പറയുന്നത് 64,000 പേരാണുള്ളത്. 64,000 പേർക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു കൊടുത്തതാണ് മന്ത്രി പി പറയുന്നത്. അവിടെ ഈ സാങ്കേതിക പദങ്ങളാണ് മന്ത്രി ഉപയോഗിക്കുന്നത്. ശ്രീ എം കെ ഹരിദാസ്, ഈ പറയുന്ന ഈ AAY അന്ത്യോദയ അന്നയോജന പദ്ധതി അത് ദരിദ്രരെ ഉദ്ദേശിച്ചുള്ളതെന്നാണ് ഇപ്പോൾ ഇതിനുള്ള വിശദീകരണം നൽകുന്നത്. അതിദരിദ്രർ അവിടെ ഇല്ല എന്നാണ്. ദരിദ്രർ, അതായത് അതിൽ കൂടുതലും സാമ്പത്തികമായ പിന്നോക്കാവസ്ഥയാണ് പരിഗണിക്കുന്നത്. അതിലും താഴെയുള്ളവരെയാണ് ഞങ്ങൾ 2021 മുതൽ പല സർവേകൾ നടത്തി, കിലയിൽ പ്രത്യേക പരിശീലനമൊക്കെ ആളുകൾക്ക് നൽകി, അവരെ വിട്ട് സർവേ എടുപ്പിച്ച് അങ്ങനെ ഈ 64,000 എന്ന കണ്ടെത്തൽ നടത്തി അവർക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്തു എന്നാണ് ഈ സാങ്കേതിക പദങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് മന്ത്രി എം പി രാജേഷ് പറയുന്നത്. അപ്പോൾ AAYയുമായിട്ട് ഇതിനെ കൂട്ടിക്കെട്ടേണ്ട എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. അദ്ദേഹത്തിന്റെ വാക്കുകൾ അങ്ങനെയായാലും നമ്മുടെ ഫെഡറൽ സംവിധാനത്തിലെ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് മേലുള്ള ഒരു നിയന്ത്രണം, ആ നിയന്ത്രണത്തിനെ എടുത്തുകളയാൻ എം പി രാജേഷിന്റെ ഇത്തരത്തിലുള്ള സാങ്കേതിക പദങ്ങൾക്ക് സാധിക്കില്ലല്ലോ മഞ്ജുഷെ. AAYയിലുള്ള ഈ ഇത്രയും കാർഡുടമകളിൽ ഇവർക്ക് എവിടുന്നാണ് ഇത്രയും കുറഞ്ഞ 64,000 അതിദരിദ്രർ മാത്രമേ കേരളത്തിലുള്ളൂ, അതിൽ തന്നെ 18,000 പേർക്ക് അത് ചെയ്തു, 18,000 പേർക്ക് ഇത് ചെയ്തു എന്നൊക്കെ പറയുന്ന ഈ കണക്ക് എന്ത് പഠനം നടത്തിയാണ് അതിദരിദ്രമുക്ത കേരളം എന്നൊരു പ്രഖ്യാപനം നടത്താൻ ഇവർക്കുണ്ടായ മാനദണ്ഡം എന്നുള്ളത് ഇവർ പ്രസിദ്ധീകരിക്കട്ടെ. സർക്കാർ ഉദ്യോഗസ്ഥരെ കൊണ്ട് കുറെ പഠനം നടത്തി, കുറെ സർവേ നടത്തി കണ്ടെത്തി എന്നുള്ളതാണ് രാജേഷിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ നടത്തുന്ന സർവേ അല്ലല്ലോ വേണ്ടത്, നമുക്ക് ആധികാരികമായി വിശ്വസിക്കാവുന്ന ഒരു സർവേ വേണ്ടേ? ഞാൻ അതിന്റെ ഒരു ഉദാഹരണം പറയാം. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ ഞാൻ ഇപ്പോൾ സംസാരിക്കുന്ന തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും ചുരുങ്ങിയത് 50 ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരുന്നു പിണറായി വിജയന്റെ മുഖം വെച്ചിട്ട്. ദരിദ്രരില്ലാത്ത, അതിദരിദ്രരില്ലാത്ത കേരളം ഈ കഴിഞ്ഞ ഭരണകാലത്ത് കേരളത്തിൽ ഉണ്ടായി എന്ന്. അപ്പൊ ഒന്നുകിൽ ഒരു കാര്യം ചെയ്യട്ടെ, അത് നുണയായിരുന്നു, അത് വോട്ട് കിട്ടാൻ വേണ്ടി ഞങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ഗിമ്മിക് ആയിരുന്നു എന്ന് തുറന്നു പറയട്ടെ. ഞാൻ ചുരുങ്ങിയത് പറയണം, 50 ഫ്ലക്സ് ബോർഡുകൾ ഈ തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിൽ മാത്രം ഉണ്ടായിരുന്നു. ഈ പദ്ധതി പ്രകാരം ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയ മഞ്ജുഷ ഒരു മിനിറ്റ് കൃത്യമായിട്ട് എനിക്ക് തരണം. ഇവിടെ കൃഷിയിൽ നിന്ന് ദേശീയ ശരാശരിയിൽ കേരളത്തിന്റെ കൃഷി വരുമാനം 18,000 ആണെങ്കിൽ കേരളത്തിൽ അത് 11,200 രൂപയാണ്. ഇവിടെ ദേശീയ ശരാശരി ഒരു കർഷകന്റെ കടം 78,000 രൂപയാണെങ്കിൽ കേരളത്തിൽ അത് 2.75 ലക്ഷമാണ്. ഇത്തരത്തിൽ 2.75 ലക്ഷം കർഷകർ കടക്കണിയിലുള്ള 14.5 ലക്ഷം കർഷകർ കേരളത്തിലുണ്ട്. ഈ കർഷകർ ഈ അതിദരിദ്രരുടെ പട്ടികയിൽ ഇവർ പെടുത്തിയിട്ടുണ്ട്. 233 രൂപ മാത്രം വരുമാനമുള്ള ഇപ്പോ ഈ ആശാ വർക്കർമാർ ഇന്ന് സമരം അവസാനിപ്പിച്ചെങ്കിലും അവർ ഈ അതിദരിദ്രരുടെ പട്ടികയിൽ വരില്ലേ? ഇല്ല, അതൊന്നും ആ പട്ടികയിൽ വരില്ല എന്നാണ് ശ്രീ എം കെ ഹരിദാസ്. രാജേഷ് അത് വ്യക്തമായിട്ട് പറയുകയുണ്ടായിരുന്നു. നിങ്ങൾക്കൊന്നും ഈ ദരിദ്രരാരാണ്, അതീവ ദരിദ്രരാരാണ്, ഇക്കാര്യം അറിയില്ലാതെയാണ് ഇതെല്ലാം പറയുന്നത് എന്നാണ് രാജേഷിൻ്റെ വാക്കുകൾ, മന്ത്രിയുടെ വാക്കുകൾ. അദ്ദേഹം അതിൽ സാമ്പത്തിക വിദഗ്ധരെ പോലും കളിയാക്കിയിട്ടുണ്ട്. സാമ്പത്തിക വിദഗ്ധരടങ്ങിയ ഒരു കൂട്ടം ആളുകളാണല്ലോ, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കൂട്ടം ആളുകളാണ് ഇങ്ങനൊരു കത്ത് അയച്ചത്. അതിൽ കുറേയേറെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അതിൽ താങ്കൾ പറഞ്ഞ കാര്യവുമുണ്ട്. ഇതിനെയൊക്കെ ഒരു പരിഹസിക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന് ഇന്നത്തെ വാർത്താ സമ്മേളനം. നിങ്ങൾക്കിതൊന്നും അറിയില്ല, ഞങ്ങൾ 2021 തന്നെ ഇതിൻ്റെ മാനദണ്ഡം രൂപീകരിച്ചതാണ്. ആരാണ് രൂപീകരിച്ചത്? സർക്കാരാണ് രൂപീകരിച്ചത്. സർക്കാർ തന്നെയാണ് സർവേ നടത്തിയത്. സർക്കാർ തന്നെയാണ് ഈ സഹായം വിതരണം ചെയ്തു എന്ന് പറയുന്നത്. ശ്രീ റെജി ലൂക്കോസ്, വസ്തുതകളുടെ ഒരു പിൻബലവുമില്ലാതെ ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് ശരിയാണ്, ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ് കേട്ടോ, അതിനെ ആരും വേണ്ട എന്ന് പറയില്ല, അതിനെ അഭിനന്ദിക്കുകയുള്ളൂ. പക്ഷേ ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഞങ്ങളിതാ കേരളത്തെ അതീവ ദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമാക്കി മാറ്റിയിരിക്കുന്നു എന്ന ഒറ്റ പ്രഖ്യാപനം, ഇത് ആരെ പറ്റിക്കാനാണ്? എന്ത് PR വർക്കാണ് ഈ നടക്കുന്നത്?
മഞ്ജുഷ്, സ്വതന്ത്രാനന്തര കേരളത്തിന്റെ ഏറ്റവും അഭിമാനമുള്ള ഒരു ദിവസമാണ് നാളെ കേരളം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നത്. ഇതിൽ ആർക്കെങ്കിലും വിമർശനം ഉണ്ടെങ്കിൽ അവർ കേരളത്തിനോടുള്ള മനോഭാവത്തിൽ അവർക്കുണ്ടാകുന്ന ഒരു വിചിത്രമായ മാനസികാവസ്ഥ എന്നല്ലാതെ ഒന്നും വേറൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട വേറെ വസ്തുത എന്ന് പറയുന്നത് തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് മനസ്സിലാക്കാത്തവർ, വിശപ്പെന്നറിയാത്തവർ, ദാരിദ്ര്യം എന്തെന്നറിയാത്തവരാണ് ഈ പറയുന്ന ചില്ലു കൊട്ടാരത്തിലൊക്കെ ഇതിനെ വിമർശിക്കുന്നത്. വാസ്തവത്തില് അതിദരിദ്രരായിട്ടുള്ള 64,000 ആളുകളെ എങ്ങനെ കണ്ടുപിടിച്ചു നമ്മുടെ ഹരിദാസ് സാറി വിളിച്ചു. അത് വളരെ എളുപ്പമാണ് സാറേ. കാരണം കുടുംബശ്രീയിലൂടെ നടത്തിയ ഒരു സർവേ, അതുകൂടാതെ കിലയിലെ ട്രെയിൻഡ് ആയിട്ടുള്ളവർ നടത്തിയ ഒരു സർവേ, അതിലൂടെ കുടുംബശ്രീ ഓരോ വാർഡിലാണ് പ്രവർത്തിക്കുന്നത്. വളരെ സിമ്പിൾ ആണ്. 500, 600, 700 ആളുകളുള്ള ഓരോ വാർഡിലും, അല്ലെങ്കിൽ 10, 4,000, 5,000 ആളുകളുള്ള ഒരു പഞ്ചായത്തിൽ അതിദരിദ്രരായിട്ടുള്ള ആരാണെന്ന് കണ്ടുപിടിക്കാൻ ഈ ആധുനിക ലോകത്തിൽ വളരെ സിമ്പിൾ ആണ്. അങ്ങനെ കണ്ടുപിടിച്ചതിലൂടെയാണ് 64,000 പേർ അതിദരിദ്രർ. എന്താണ് അതിദരിദ്രരുടെ ഡെഫിനേഷൻ? പാർപ്പിടം, ഭക്ഷണം, വസ്ത്രം, പഠിക്കാൻ പറ്റാത്ത സാഹചര്യം. ഈ 4 കാറ്റഗറിയിൽപ്പെട്ടവരാണ് മുഖ്യമായിട്ട് അതിദരിദ്രർ എന്ന് പറയുന്നത്. അവരെ കണ്ടെത്തി അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് അവരെ അവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് ഓരോ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ, ഓരോ കുടുംബശ്രീ വാർഡുകളുടെ അടിസ്ഥാനത്തിൽ അവരെ കണ്ടെത്തി അവരെ പരിപോഷിച്ചുകൊണ്ട് വരുന്നതിനാണ് അതിദരിദ്രരില്ലാത്തവർ എന്ന് പറയുന്നത്. ദരിദ്രരില്ല എന്നൊരു വാക്ക് ഈ സർക്കാർ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിൽ പോയാലും, ഏത് വികസിത രാജ്യത്ത് പോയാലും ദരിദ്രർ എന്ന് പറയുന്ന വിഭാഗത്തിൽ കാണാൻ പറ്റും. ആദ്യം ദരിദ്രരെ കാണാൻ പറ്റും. പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്, പല വേഷത്തിലാണ്. അപ്പൊ ഞാനൊരു ഉദാഹരണം പറയും ചർച്ചയിൽ. ഞാനൊരിക്കൽ സ്വിറ്റ്സർലൻഡ് സന്ദർശിച്ചപ്പോൾ, സ്വിറ്റ്സർലൻഡ് ഉടനീളം ഞങ്ങൾ വാഹനം സഞ്ചരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചത്, ഈ അമേരിക്കയെ പോലെ UK പോലെ പ്ലക്കാർഡ് പിടിച്ച് പ്രഗ്നൻസി ഈസ് ദേർ, പ്ലീസ് ഹെൽപ്പ് മീ, അല്ലെങ്കിൽ ഫുഡ് ഇല്ല സഹായിക്കാൻ പ്ലക്കാർഡ് പിടിച്ച് നമ്മളിവിടുത്തെ പോലെയല്ല അവിടെ. പക്ഷേ സ്വിറ്റ്സർലൻഡ് ഉടനീളം നടന്നിട്ട് എനിക്ക് അങ്ങനെ ആളെ കാണാൻ പറ്റില്ല. പക്ഷെ അവസാനം ജനീവയിലെ ഫേമസ് ആയ തടാകത്തിന് തീർത്ത് ചെയ്തപ്പോൾ ഒരാളിരിക്കുന്നു, ഐ നീഡ് ഫുഡ് ഹെൽപ്പ് മീ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ലോകത്തിലോടെ പോയാൽ കാണാൻ പറ്റും. അത്രക്കാരെ ഒരു പക്ഷെ നമ്മുടെ കേരളത്തിൽ കാണാം. അത് അവരുടെ ദാരിദ്ര്യം അല്ലെങ്കിൽ അവസ്ഥയിലാണ്. പക്ഷെ അതിദരിദ്രം എന്ന് പറയുന്ന ആളുകളെ മുഴുവനും ദരിദ്രരുടെ പട്ടികയിലേക്കോ അല്ലെങ്കിൽ അതില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് കേരളം പിടിച്ചു ഉയർത്തിയത് എത്ര വർഷം കൊണ്ടാണെന്നറിയോ? 7.5 വർഷക്കാലം കൊണ്ടാണ്. 2021 ഈ ഗവൺമെന്റിന്റെ പ്രകടന പത്രികയിലെ മുഖ്യ പ്രഖ്യാപനങ്ങളിലൊന്നും അതിദരിദ്രമില്ലാത്ത സംസ്ഥാനമായിട്ട് ഈ ഗവൺമെന്റിനെ മാറ്റുന്നുള്ളതാണ്. അത് സംഭവിച്ചത് ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ കാലത്തായതുകൊണ്ട് ഇതിനെ എതിർത്തേക്കാൻ. പക്ഷെ അത് ഒരുപാട് സംശയങ്ങളുണ്ട്. നിങ്ങൾ തന്നെ ഒരു മാനദണ്ഡം രൂപീകരിച്ച് ഇത്ര അതിദരിദ്രരാണ് കേരളത്തിൽ ഉള്ളത് എന്ന് കണ്ടെത്തി അവർക്ക് ഈ പറയുന്ന പോലെ തദ്ദേശ ഭരണവകുപ്പ് പുറത്തിറക്കിയ കുറിപ്പ് പ്രകാരം ഒരു വരുമാനവും ഇല്ലാത്തവർ, 2 നേരം ഭക്ഷണം കഴിക്കാനില്ലാത്തവർ, റേഷൻ കിട്ടിയാലും പാകം ചെയ്യാൻ കഴിയാത്തവർ, ആരോഗ്യനില മോശമായവർ, ഇവരെയൊക്കെയാണല്ലോ. അതിന് MP രാജേഷ് ചില സാങ്കേതിക പദങ്ങൾ പറയുന്നു. ക്ലേശ ഘടകങ്ങൾ, അതിക്ലേശ ഘടകങ്ങൾ, ഇങ്ങനെയൊക്കെ അതിൽ 1, 2 ഉള്ളവരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം അത് വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ അവർ യഥാർത്ഥത്തിൽ അഗതികൾ എന്ന ഗണത്തിൽ വരുന്നതാണല്ലോ. അഗതികളെ സഹായിക്കുന്നതിന് വേണ്ടി മുൻപും പദ്ധതിയുണ്ട്, ആശ്രയ പദ്ധതിയുണ്ട്. അഗതി കുടുംബങ്ങളെ കണ്ടെത്തി അവർക്ക് സഹായം നൽകി വരുന്നത് ഇപ്പോൾ തുടങ്ങിയതല്ല. അത് 2002 തന്നെ തുടങ്ങിയ പദ്ധതിയാണ്. 2007 അതിന് പ്രധാനമന്ത്രിയുടെ അന്ന് അവാർഡും കിട്ടിയതാണ്. അത് തുടങ്ങുമ്പോൾ എത്ര കുടുംബങ്ങളുണ്ടായിരുന്നു, ഇപ്പോൾ എത്ര, അത് പിന്നീട് അതിദരിദ്ര കുടുംബങ്ങളായി എങ്ങനെ പരിണമിച്ചു, ഇതിനെക്കുറിച്ചൊന്നും വസ്തുതകളുടെ പിൻബലമില്ല. അതുകൊണ്ടാണ് ഈ സംശയം ചോദിക്കുന്നത്. നിങ്ങൾ ഏത് മാനദണ്ഡ പ്രകാരമാണ് ഇത് കണ്ടെത്തിയത് എന്ന്, എന്നിട്ട് ചുമ്മാ അങ്ങ് പ്രഖ്യാപിക്കുക. അങ്ങനെയല്ലല്ലോ വേണ്ടത്. അതിനൊരു വസ്തുതകളുടെ പിൻബലം വേണ്ടേ? ഇത് മറ്റു സംസ്ഥാനത്തെ ഒരു ചർച്ചയിൽ മറ്റു സംസ്ഥാനക്കാർ, ഇതര സംസ്ഥാനക്കാർ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് അല്പമെങ്കിലും ന്യായം ഉണ്ടാവും. കുശുമ്പ് എന്ന് പറയുന്ന ഒരു വാക്ക് അതിനകത്ത് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾ മനസ്സിലാക്കുക, 286 ഏകനായി അല്ലെ ഏകായിയായി ജീവിക്കുന്നവര്, ചലനശേഷി നഷ്ടപ്പെട്ടവർ, ഇവരിൽ ഏതാണ്ട് ഭൂരിപക്ഷ ആളുകളെ ആശ്രയ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. ബാക്കിയുള്ളവരെ ഈ ആശാവർക്കർമാർ കണ്ടെത്തി അവർക്ക് വേണ്ട പരിലാളനങ്ങൾ കൊടുക്കുന്നു. ആശാവർക്കർമാരുടെ ബേസിക് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഓരോ വീടുകളിലും പോയി ഗർഭിണികളെ മാത്രമല്ല അല്ലാത്തവരെ കണ്ട് അവർക്ക് വേണ്ട പരിരക്ഷ കൊടുക്കുക, അല്ലെങ്കിൽ അതിന്റെ അതോറിറ്റി അറിയിക്കുക എന്നുള്ളതാണ് പ്രവൃത്തി. അതുപോലെ ചോദ്യം വന്നിട്ടുണ്ട്. ഈ പറയുന്ന ആശാ വർക്കേഴ്സ് പോലും അവരുടെ ദിവസക്കൂലി താങ്കൾക്ക് അറിയാമല്ലോ. 233 രൂപയാണ് അവർക്ക് ദിവസക്കൂലി കിട്ടുന്നത്. അപ്പോൾ ആശാ വർക്കേഴ്സ് കൂടി ഉൾപ്പെടുന്ന സ്കീം വർക്കേഴ്സ്, അസംഘടിത മേഖലകളിലെ തൊഴിലാളികൾ, ഇവരും ഈ അതിദരിദ്ര വിഭാഗങ്ങളിൽ പെടുന്നവരല്ലേ? അതോ അത് ദരിദ്ര വിഭാഗങ്ങൾ എന്നാണോ ഉദ്ദേശിക്കുന്നത്?